ഹായ് ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ആണ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഷ്യൻറ്റിനെ സർജറിക്ക് ശേഷം റിക്കവറി റൂമിലോട്ട് ആക്കിയത് മുതൽ വാർഡിലോട്ടാക്കി അവരെ ഷിഫ്റ്റ് ചെയ്യുന്നത് വരെയുള്ള ആ ഒരു ടൈം പീരീഡിൽ പേഷ്യൻറ്റിന് കൊടുക്കുന്ന ശുശ്രൂഷകൾ അഥവാ നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് പഠിക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡെഫിനിഷനാണ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ഇസ് എ കെയർ ഗിവൺ ടു എ പേഷ്യൻറ്റ് ആഫ്റ്റർ സർജറി അണ്ടിൽ ഫുൾ റിക്കവറി. ഒരു സർജറിക്ക് ശേഷം പേഷ്യൻറ്റ് പൂർണ്ണമായിട്ടും റിക്കവർ ആവുന്നത് വരെ നമ്മൾ കൊടുക്കുന്ന ഒരു കെയർ ആണ്, ഒരു പരിഗണനയാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റാർട്ട്സ് ഇൻ ദ റിക്കവറി റൂം, ദാറ്റ് ഈസ് PACU, പോസ്റ്റ് അനസ്തേഷ്യ കെയർ യൂണിറ്റ്, ആൻഡ് കണ്ടിന്യൂസ് ഇൻ ദ വാർഡ്. സോ അനസ്തേഷ്യ കൊടുത്ത് സർജറിക്ക് ശേഷം ആ ഒരു ടൈം പീരീഡ് മുതൽ വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന വരെയുള്ള ആ ഒരു അത്രയും ഒരു ഡ്യൂറേഷനിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ശുശ്രൂഷയാണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആകുന്നത്. ഓക്കെ, ദ പർപ്പസ് ഈസ് ടു മോണിറ്റർ വൈറ്റൽ സൈൻസ്, പ്രിവെൻറ്റ് കോംപ്ലിക്കേഷൻസ്, കൺട്രോൾ പെയിൻ ആൻഡ് സപ്പോർട്ട് ഹീലിംഗ്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ കൊടുക്കുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്ററിങ് വൈറ്റൽ സൈൻസ്, അതായത് മോണിറ്ററിങ് വൈറ്റൽ സൈൻസ്, നമ്മുടെ BP, പൾസ്, ടെമ്പറേച്ചർ, അതുപോലെ ECG, ഇതെല്ലാം സർജറിക്ക് ശേഷവും നോർമലായിട്ട് തന്നെയാണോ നിലനിൽക്കുന്നത്, കണ്ടിന്യൂസ്ലി അങ്ങനെയാണോ നിൽക്കുന്നത് എന്നുള്ളതെല്ലാം അറിയാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ ബ്ലീഡിങ്ങോ സർജറിക്ക് ശേഷം എവിടെയാണോ മുറിവുണ്ടായത് അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ സർജറി ചെയ്തത് അവിടെ നിന്ന് എന്തെങ്കിലും ഇൻഫെക്ഷനോ ബ്ലീഡിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടോ, പെയിൻ കൺട്രോൾ, വേദന ഉണ്ടാവുന്നുണ്ടോ, വേദന അത് എത്രമാത്രമാണ്, അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ മെഡിക്കേഷൻസ് കൊടുക്കാം, ആൻഡ് സപ്പോർട്ട് ഹീലിംഗ്, മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് ആൻഡ് ആ ഒരു സർജറിയിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നമ്മൾ കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. Ensure safe recovery from anesthesia, prevent post-operative complications, maintain airway, breathing and circulation, give comfort and emotional support, promote wound healing and early mobilization. So ഈ പറഞ്ഞ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അനസ്തേഷ്യ കഴിഞ്ഞ് അല്ലെങ്കിൽ അനസ്തേഷ്യ അണ്ടർഗോൺ ആയ ഒരു പേഷ്യൻറ്റിനെ റിക്കവറി റൂമിൽ എങ്ങനെ സേഫായിട്ട് നമുക്ക് പരിഗണിക്കാം എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ പ്രിവെൻറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻസ്, ഒരു സർജറിക്ക് ശേഷം റിക്കവറി റൂമിൽ ഉണ്ടാവുന്ന കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അതായത് വൊമിറ്റിംഗ് സെൻസേഷൻസ് വരാം, ബ്ലീഡിങ് ഉണ്ടാവാം, ഇൻഫെക്ഷൻസ് വരാം. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ, അതെല്ലാം തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അതുപോലെ മെയിൻറ്റെയിൻ എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ, ABC. ഈ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർവേ, ശ്വാസകോശം ആ ഒരു പാത്വേ ഫുള്ളും ക്ലിയർ ആണോ, എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ്, തടസ്സങ്ങളുണ്ടോ, പ്രോപ്പർ വെന്റിലേഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ബ്രീത്തിങ്, ശ്വാസം എടുക്കാൻ നേരെ പറ്റുന്നുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, സെയിം കാര്യം തന്നെയാണ്. സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ, അതുപോലെ എയർ സർക്കുലേഷൻ എല്ലാം പ്രോപ്പർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഗീവ് കംഫർട്ട് ആൻഡ് ഇമോഷണൽ സപ്പോർട്ട്, പേഷ്യൻറ്റിന് വേണ്ട ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. പ്രൊമോട്ട് വൂണ്ട് ഹീലിംഗ് ആൻഡ് ഏർലി മൊബിലൈസേഷൻ, ഇപ്പോൾ നടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഇപ്പോൾ വാഷ്റൂമിലോട്ട് പോകാനാണെങ്കിലും ഇപ്പോൾ കൈയും കാലും ഒക്കെ അനക്കാനാണെങ്കിലും ഒക്കെയുള്ള ഒരു ഹെൽപ്പ് കൊടുക്കുക. ഇനി 3 ഫേസസ് ആയിട്ടാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ, സെക്കൻഡ് എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഫേസ്, തേർഡ് എന്ന് പറയുന്നത് ലോങ് ടേം റിക്കവറി. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജറി കഴിഞ്ഞ ഉടനെ നമ്മൾ കൊടുക്കുന്ന ഒരു കെയർ ആണ്. അതായത് ആ ഒരു വിത്തിൻ ഒരു 2 hours അല്ലെങ്കിൽ വിത്തിൻ ആ ഒരു ഡേയിൽ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. കണ്ടിന്യൂസ് മോണിറ്ററിങ് ആവശ്യമാണ്. അപ് ടു ഒരു മേജർ സർജറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ICUലായിരിക്കും നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അവരുടെ വൈറ്റൽ സൈൻസും അതുപോലെ വെന്റിലേറ്ററിലായിരിക്കും ആ കാര്യങ്ങൾ, അതെല്ലാം നോക്കിയെടുക്കും. അപ്പോൾ സർജറി കഴിഞ്ഞ ഉടനെ കൊടുക്കുന്നത് ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ്. ഇൻ്റർമീഡിയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം പെയിൻ മാനേജ്മെൻറ്റ്, അതായത് വേദനയ്ക്കുള്ളത്, പിന്നെ അവരുടെ ഒന്ന് കുളിക്കാനും അതുപോലെ ബ്രഷ് ചെയ്യിപ്പിക്കാൻ, അവരെ ഒന്ന് ഹൈജീനാക്കി ഇരുത്താൻ, വൂണ്ട് കെയർ, അതായത് മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻ്റർമീഡിയറ്റ് ഫേസിൽ വരുന്നത്. സോ ഈ ഇമ്മീഡിയറ്റ് ഫേസ് എന്ന് പറയുന്നത് PACU, പോസ്റ്റ് അനസ്തേഷ്യ റിക്കവറി യൂണിറ്റ് ആണ്. ICU അല്ലെങ്കിൽ റിക്കവറി വാർഡ് അങ്ങനെയുള്ള സ്ഥലത്തായിരിക്കും നമ്മളിത് കൊടുക്കുക.
അതിനുശേഷം പേഷ്യൻറ്റിനെ അവിടെ നിന്ന് വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് ഇൻ്റർമീഡിയറ്റ് ഫേസ് വരുന്നത്. അവിടെയാണ് ഈ പറഞ്ഞ പേഷ്യൻറ്റിനെ ഒന്ന് നടക്കാൻ സഹായിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ വരിക. ലോങ് ടേം റിക്കവറി എന്ന് പറയുന്നത് റീഹാബിലിറ്റേഷൻ, ഫോളോ അപ്പ്, ഫിസിയോതെറാപ്പി, അതായത് സർജറി കഴിഞ്ഞ് പിന്നെയും നമ്മൾ ചെക്കപ്പിന് വേണ്ടിയിട്ട് വരിക, ഫിസിയോതെറാപ്പിക്ക് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ലോങ് ടേം റിക്കവറി ഫേസ് എന്ന് പറയുന്നത്. ദെൻ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് GDA ഇൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ. എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഒരു GDA സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ സ്റ്റാഫിന് റിക്കവറി യൂണിറ്റിലുള്ളത്? ഫസ്റ്റ് വൺ, എയർവേ ആൻഡ് ബ്രീത്തിങ്. എയർവേ, നമ്മൾ ശ്വസിക്കുന്ന നമ്മുടെ ഇപ്പോൾ നോസാണ്, മൂക്കാണെങ്കിലും അതുപോലെ തൊണ്ടയാണെങ്കിലും എല്ലാം ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മുറിവുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ, ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കീപ് പേഷ്യൻ്റ് ഇൻ ലാറ്ററൽ പൊസിഷൻ ടു പ്രിവെൻറ്റ് ആസ്പിറേഷൻ. ലാറ്ററൽ പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിഞ്ഞ് കിടക്കുക, അതാണ് ലാറ്ററൽ പൊസിഷൻ, ഒരു സൈഡിലോട്ട് കിടക്കുക. അപ്പോൾ ആ ലാറ്ററൽ പൊസിഷനിൽ നമ്മൾ കിടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്പിറേഷൻ തടയാൻ വേണ്ടിയിട്ടാണ്. ആസ്പിറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസകോശത്തിലോട്ട് എന്തെങ്കിലും കടക്കുന്നത്, ഇപ്പോൾ ഫുഡ് പാർട്ടിക്കിൾസോ അങ്ങനെ എന്തെങ്കിലും കടന്ന് ശ്വാസകോശം തടസ്സമായിട്ട് വരുന്ന ഒരു സംഭവമാണ് ആസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടും, അതുപോലെ മോണിറ്റർ ഓക്സിജൻ തെറാപ്പി, പ്രോപ്പർ ഓക്സിജൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. റിപ്പോർട്ട് ഡിഫിക്കൽട്ട് ബ്രീത്തിങ്, സൈനോസിസ്, നോസി ബ്രീത്തിങ് ഇമ്മീഡിയറ്റ്ലി. ശ്വാസം മുട്ടലുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടും നഖമൊക്കെ നീല കളറിൽ വരും. ഓക്സിജൻ്റെ അളവ് കുറയുമ്പോഴാണ് അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നത്. ലിപ്സിലും അതുപോലെ നമ്മുടെ വിരലുകളിലും നഖത്തിലും ഒക്കെ നീല കളറിൽ ഒരു ഡിസ്കളറേഷൻ വരും. അതിനെയാണ് സൈനോസിസ് എന്ന് പറയുന്നത്. ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണത്. അതുപോലെ നമ്മൾ ബ്രീത്ത് എടുക്കുന്ന ടൈമിൽ എന്തെങ്കിലും ഒരു ഒരു നോയ്സ്, നമ്മൾ ഈ വീസിങ് എന്നൊക്കെ പറയും, ആസ്മാറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ ഭയങ്കര ഒരു ഒച്ച വരും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യുക. ഇതാണ് എയർവേ ആൻഡ് ബ്രീത്തിങ്ങിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് എന്ന് പറയുന്നത് മോണിറ്ററിങ് വൈറ്റൽ സൈൻസ്. സെയിം, അത് നേരത്തെ പറഞ്ഞ പോലെ BP, പൾസ്, റെസ്പിറേഷൻ, ഓക്സിജൻ്റെ അളവ്, ടെമ്പറേച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എവറി 15 മിനിറ്റ്സ്, ഓരോ 15 മിനിറ്റും ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുക. പിന്നെ 30 മിനിറ്റ് ആക്കുക. പിന്നെ അത് അവർലി ബേസിസ് ആക്കുക, ഓരോ മണിക്കൂറിലും ചെക്ക് ചെയ്യുക. ലുക്ക് ഫോർ ഷോക്ക്, കോൾഡ് സ്കിൻ, ലോ BP, റാപ്പിഡ് പൾസ്. അതായത് ഇപ്പോൾ ബ്ലഡിൻ്റെ വോളിയം പെട്ടെന്ന് കുറയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. അതുപോലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക, BP മെയിൻറ്റെയിൻ ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക. പെയിൻ മാനേജ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പേഷ്യൻ്റ് ഭയങ്കരമായിട്ട് പെയിൻ കംപ്ലൈൻറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വേദനയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ടാബ്ലറ്റ് കൊടുത്താൽ നിൽക്കുന്നില്ല, അങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ് വരുമ്പോൾ നമ്മൾ ഇൻഫോം ഡോക്ടേഴ്സിനെയോ അല്ലെങ്കിൽ ഹെഡ് നഴ്സിനെയോ അറിയിക്കുക. അതിനുശേഷം എന്താണോ അവർ റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻ കൊടുക്കാൻ അസിസ്റ്റ് ചെയ്യുക. പ്രൊവൈഡ് കംഫർട്ട് മെഷേഴ്സ്, പില്ലോസ് അല്ലെങ്കിൽ പ്രോപ്പർ പൊസിഷനിൽ, ചിലപ്പോൾ ഒന്ന് തല ഒന്ന് നിവർത്തി വെച്ച് കിടന്നാലും ഒന്ന് മുതുകത്തൊരു പില്ലോ ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കൊരു പൊസിഷൻസ് ഒക്കെ ഒന്ന് ഓക്കെ ആകുമ്പോൾ പെയിനിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞു കിട്ടും, ആ ഒരു വേദന ഒന്ന് കുറഞ്ഞു കിട്ടും. സോ അങ്ങനെയുള്ള കംഫർട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. വൂണ്ട് ആൻഡ് ഡ്രസ്സിങ് കെയർ, ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴുപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസ്ചാർജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കുക, മുറിവ് വന്ന സ്ഥലത്ത്. പിന്നെ ആ ഡ്രസ്സിങ്സ് എല്ലാം ക്ലീൻ ആയിട്ട് തന്നെ സൂക്ഷിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡ്രെയിൻസ്, കത്തീറ്റേഴ്സ് ആൻഡ് IV ലൈൻസ്. ഇപ്പോൾ കത്തീറ്ററോ അതുപോലെ നമ്മളിപ്പോൾ ബ്ലീഡിംഗ് ഒക്കെ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഡ്രെയിൻ ഇടും, അതായത് ഒരു ട്യൂബ് കണക്ട് ചെയ്തിട്ട് അതിലോട്ടായിരിക്കും ആ ബ്ലഡ് ഇങ്ങോട്ട് കളക്ട് ചെയ്ത് വെക്കുക, ബ്ലഡോ എന്തെങ്കിലും. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ട്യൂബിങ്സ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക, അത് ക്ലീൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിങ്ങനെ ഒടിഞ്ഞൊക്കെ ഇരിക്കുവാണോ, ഐ മീൻ മടങ്ങിയിരിക്കുവാണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക. അതാണ് കിങ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മടങ്ങിയിരിക്കുക എന്നാണ്. അതിങ്ങനെ പുറത്തോട്ട് വരുന്നുണ്ടോ, അത് പ്രോപ്പറായിട്ടാണോ അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കുക. പിന്നെ യൂറിൻ ഔട്ട്പുട്ട് ആണെങ്കിൽ അത് എത്രയാണെന്നുള്ളത് നമ്മൾ അളവ്, യൂറിൻ ബാഗിലായിരിക്കും അത് കളക്ട് ചെയ്ത് കിടക്കുക. സോ ഓരോ തവണ നമ്മളത് empty ചെയ്യുമ്പോഴും ഓരോ തവണ നമ്മൾ അതിൽ നിന്ന് എടുത്ത് മാറ്റി ഡിസ്കാർഡ് ചെയ്യുന്ന ടൈമിലും എത്ര ml യൂറിനാണ് ഡിസ്കാർഡ് ചെയ്തതെന്നുള്ളതും റിപ്പോർട്ട് ചെയ്യുക. യൂറിൻ ഔട്ട്പുട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എപ്പോഴും. പ്രിവെൻഷൻ ഓഫ് കോംപ്ലിക്കേഷൻസ്, റെസ്പിറേറ്ററി കോംപ്ലിക്കേഷൻസ്, സർക്കുലേറ്ററി കോംപ്ലിക്കേഷൻസ്, ഇൻഫെക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി നമ്മൾ ഹാൻഡ് ഹൈജീൻ കീപ്പ് ചെയ്യുക.
പേഷ്യൻറ്റിനെ ടച്ച് ചെയ്യുന്നതിന് മുന്നേയും ടച്ച് ചെയ്തതിന് ശേഷവും നമ്മൾ കൈ നന്നായിട്ട് വാഷ് ചെയ്യുക. മാക്സിമം ഗ്ലൗസ് യൂസ് ചെയ്ത് തന്നെ ആയിരിക്കണം പേഷ്യൻ്റെ അടുത്ത് നിൽക്കേണ്ടത്. പിന്നെ പനിയോ അല്ലെങ്കിൽ ദേഹത്ത് എന്തെങ്കിലും റെഡ്നെസ്, ചുമന്ന കളറേഷൻ വരുവാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്മെല്ല് ആ ഒരു സർജറി ചെയ്ത സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും സ്മെല്ലൊക്കെ വരുവാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക. ഇനി സർക്കുലേറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവെൻറ്റ് DVT എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പ് വെയിൻ ത്രോംബോസിസ്. അതായത് ലോങ് ടേം ആയിട്ട് നമ്മൾ ഒരു വലിയ മേജർ സർജറി അല്ലെങ്കിൽ ഒരുപാട് നീണ്ടു നിൽക്കുന്ന ഡ്യൂറേഷനുള്ള ഒരു സർജറി ആണെന്നുണ്ടെങ്കിൽ ലെഗ്സിന് കുറച്ച് പ്രഷർ കൂടി അവിടെ വെയിൻസ് ഒക്കെ ഒരു കുറച്ച് പ്രഷറൈസ്ഡ് ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്നത്. അവിടെ ക്ലോട്ട് ഫോം ചെയ്യും, ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യും ആ വെയിൻസിൽ. സോ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഗിൻ്റെ എക്സസൈസ് ഒക്കെ നമ്മൾ ചെയ്യിപ്പിക്കുക. പിന്നെ റെസ്പിറേറ്ററി ബ്രീത്തിങ്ങും അതുപോലെ ചെസ്റ്റ് ഫിസിയോതെറാപ്പി എക്സസൈസ് ചെയ്യിപ്പിക്കുക. ചെസ്റ്റ് ഫിസിയോതെറാപ്പിയാണ് നമ്മൾ ബ്രീത്തിങ് അത് കുറച്ച് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. ന്യൂട്രീഷൻ ആൻഡ് ഹൈഡ്രേഷൻ. സ്റ്റാർട്ട് വിത്ത് ക്ലിയർ ലിക്വിഡ്സ്. അതായത് നമ്മളിപ്പോൾ ഒരു സർജറി കഴിഞ്ഞ് ഉടനെ തന്നെ ആ ആൾക്കൊരു ഹെവി മീൽസോ ഹെവി ഫുഡോ ഒന്നും കൊടുക്കാൻ പാടില്ല. അപ്പോൾ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ലിക്വിഡ് ഐറ്റംസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ഫസ്റ്റ് കൊടുക്കാൻ. അതിനുശേഷമായിരിക്കണം പിന്നീട് സോളിഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൊടുക്കാൻ. പിന്നെ പ്രോപ്പർ IV ഫ്ലൂയിഡ്സ്, ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ അതുപോലെ ലോ BP അങ്ങനെയുള്ള സംഭവങ്ങൾ വരും. സോ അത് പ്രിവെൻറ്റ് ചെയ്യാൻ കറക്റ്റായിട്ടുള്ള ഹൈഡ്രേഷൻ കൊടുക്കുക. പിന്നെ വൊമിറ്റിങ്ങോ അല്ലെങ്കിൽ അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, അതായത് നമുക്കിപ്പോൾ ബവൽ മൂവ്മെൻറ്റ്സ്, മോഷൻ പാസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, വൊമിറ്റിങ്, അതൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക. എലിമിനേഷൻ, യൂറിൻ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ ഇപ്പോൾ ബെഡ് റിഡൻ പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ യൂറിനേറ്റ് ചെയ്യാനും അതുപോലെ മോഷൻ പാസ് ചെയ്യാനുമുള്ള ബെഡ് പാൻ കൊടുക്കുക. ബവൽ മൂവ്മെൻറ്റ്, നമ്മൾ മോഷൻ പാസ് ചെയ്യുന്നത് ഇപ്പോൾ ഡെയിലി ഉള്ള ആ ഒരു എത്ര ടൈംസ് ആണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടോ, അതായത് മോഷൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ ഡയേറിയ ആണോ, ലൂസ് മോഷൻ ആണോ, അങ്ങനെ എന്താണെന്നുള്ളതെല്ലാം കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുക. അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ പറയുന്നതനുസരിച്ചിട്ട് ചെയ്യാം. ദെൻ മൊബിലിറ്റി, അസിസ്റ്റ് പേഷ്യൻറ്റ് ടു സിറ്റ്, സ്റ്റാൻഡ്, വാക്ക്. പേഷ്യൻറ്റിനെ സർജറിക്ക് ശേഷം ഒന്ന് എണീച്ചിരിക്കാനും നടക്കാനും നിൽക്കാനും എല്ലാം സഹായിക്കുക. യൂസ് ജെയ്റ്റ് ബെൽറ്റ് ഇഫ് നീഡഡ്. ഇപ്പോൾ ഒരു ബെൽറ്റിൻ്റെ ഒരു സഹായത്തോടു കൂടി നമുക്കിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാനും നടക്കാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആക്സസറീസ് വേണമെങ്കിൽ ഉപയോഗിക്കുക. പ്രിവെൻറ്റ് ഫോൾസ് ബൈ സപ്പോർട്ടിങ് ദ പേഷ്യൻസ്. പേഷ്യൻ്റ് നടക്കുമ്പോഴൊക്കെ വീഴാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ സൈക്കോളജിക്കൽ സപ്പോർട്ട്, പേഷ്യൻറ്റിന് ആൻസൈറ്റി, ഒരു പേടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ അടുത്ത് പറയുക ഈ പ്രൊസീജിയർ കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം ട്രീറ്റ്മെൻറ്റിലാണ്, കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ആ ഒരു പേടി മാറ്റാൻ ശ്രമിക്കുക. പ്രൊവൈഡ് പ്രൈവസി, അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസി കാര്യങ്ങളുണ്ട്. സോ അതിൻ്റെ അകത്ത് നമ്മൾ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ കാം എൻവയോൺമെൻറ്റ്, അതായത് അവിടെ നമ്മളിപ്പോൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് റൂമിലാണെങ്കിൽ പോലും ഒരുപാട് ബഹളം വയ്ക്കുക അല്ലെങ്കിൽ ലൗഡായിട്ടുള്ള മ്യൂസിക്സ്, അതൊന്നും നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. അവർക്ക് മെയിൻറ്റെയിൻ നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. ഡോക്യുമെൻറ്റേഷൻ, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, അതായത് വൈറ്റൽസിൻ്റെ ആണെങ്കിലും ഇൻടേക്ക് ഔട്ട്പുട്ട്, പെയിൻ ലെവൽ. ഇൻടേക്ക് ഔട്ട്പുട്ട് മീൻസ് നമ്മൾ അകത്തോട്ട് കഴിക്കുന്ന ഫുഡിൻ്റെ അളവ്. പിന്നെ പെയിൻ ലെവൽ, എത്രമാത്രം വേദനയുണ്ട് അത് രേഖപ്പെടുത്തുന്നത്. പിന്നെ ഡ്രെയിൻസ്, നേരത്തെ പറഞ്ഞ ട്യൂബിങ്സിൻ്റെ കാര്യം, എന്തൊക്കെ മരുന്നാണ് കൊടുക്കുന്നത്. പിന്നെ എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള സൈൻസ് ഉണ്ടോ, അതായത് ഇപ്പോൾ പേഷ്യൻറ്റിന് പെട്ടെന്ന് ഇങ്ങനെ ബോധക്കേട് വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചെസ്റ്റ് പെയിൻ വരിക, അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും എമർജൻസീസ് കാര്യങ്ങളുണ്ടെങ്കിൽ അതും റിപ്പോർട്ട് ചെയ്യാം. ഇത്രയാണ് മെയിൻ കാര്യങ്ങൾ. ഇനി റെഡ് ഫ്ലാഗ് സൈൻസ് ടു റിപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി. സഡൻ ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ്, ലോ BP വരിക, അല്ലെങ്കിൽ ഹൈ പൾസ് റേറ്റ്, ഹാർട്ട് റേറ്റ് കൂടുക, ചെസ്റ്റ് പെയിൻ വരിക, കോൺഷ്യസ്നെസ്, നമ്മുടെ ബോധം ഓൾട്ടർ ആവുക, ചിലപ്പോൾ പെട്ടെന്ന് സഡൻ ആയിരിക്കും ബോധം കെട്ട് വീഴുന്നത്, അങ്ങനെയുള്ളൊരവസ്ഥ. അല്ലെങ്കിൽ യൂറിൻ ഔട്ട്പുട്ട് ഇല്ലാതിരിക്കുക, യൂറിൻ്റെ അളവ് ഒട്ടും ഇല്ലാത്തൊരവസ്ഥ. ആൻഡ് ഹൈ ഫീവർ, നല്ല പനി, ടെമ്പറേച്ചർ കൂടിയ ഒരവസ്ഥ, എബോവ് 100 ഒക്കെ വരുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സൈൻസ് ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഡോക്ടറിനെ ഇൻഫോം ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിൽ ശ്രദ്ധിക്കേണ്ടത്. താങ്ക് യു.